Welcome back to next video lecture from module 5. In the previous lecture, we were discussed about basic concept of theories of failure. Today, we are discussing various theories of failure. Okay, that is first theory of failure, that is maximum normal stress theory or Rankine's theory. Okay, what is first theory? That is first theories of failure. That is first theory regarding the failure, that is maximum normal stress theory or Rankine's theory. We know that in the case of ductile material, the failure point is, that is the yielding point, and in the case of brittle material, the failure point is the ultimate point. Okay. First theory is maximum normal stress theory or Rankine's theory. It states that the failure of a mechanical component subjected to biaxial or triaxial stress occurs. ഒരു മെക്കാനിക്കൽ കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുക, അതിൻ്റെ ബൈആക്സിലോ ട്രൈആക്സിലോ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ബൈആക്സിൽ നമ്പർ 2 ആക്സ് മാത്രം, ദാറ്റ് ഇസ് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ. Triaxis, that is sigma x, sigma y and sigma z. The failure of a mechanical component subjected to biaxial or triaxial stresses occurs when the maximum normal stress reaches the yield or ultimate strength of the material. Okay, when the failure occurs when the maximum normal stress reaches the yield or ultimate strength of the material in a simple tension test. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഒന്നുമില്ല. അപ്പോൾ ആക്ച്വലി ഒരു മെക്കാനിക്കൽ കോമ്പൗണ്ട് ഫെയിലിയർ ആകും. ഒരു മെക്കാനിക്കൽ കോമ്പൗണ്ട് വിച്ച് സബ്ജക്റ്റ് ടു ബൈആക്സിൽ ഒരു ട്രൈആക്സിൽ സിസ്റ്റത്തിന് ഞാൻ സബ്ജക്റ്റ് ചെയ്യുകയാണ്. ആക്ച്വലി അത് ഫെയിലിയർ ആകണമെങ്കിൽ എന്ത് പറഞ്ഞേക്കുന്നത്? ദ മാക്സിമം നോർമൽ സ്ട്രെസ് റീച്ചസ്, അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ റീച്ചസ് ദി yield or ultimate strength of the material. അപ്പോൾ എന്ത് ചെയ്യണം? yield സ്ട്രെസ്സിൻ്റെ കേസിലോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തിൻ്റെ പോയിന്റിലോ എത്തുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? അത് ഫെയിലിയർ ആകുന്നത്. ഓക്കെ, that is failure occurs if that is sigma 1, that is the maximum normal stress, that is maximum principal stress, maximum normal stress, which is greater than or equal to sigma y, that is the yield stress value, or sigma u, that is the ultimate stress value. Okay, that is maximum normal stress reaches the yield stress or ultimate strength of the material. That is yield stress, that is the yield strength of the material. That is yielding. Sigma y എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ ചെയ്യുന്ന yield stress value, that is yielding fraction. Yielding ഫ്രാക്ചർ. yielding fracture ഒക്കർ ചെയ്യുന്ന ആക്ച്വലി ഏത് കേസിലാണ്, എന്തിൻ്റെ കേസിലാണ് yielding fracture ഒക്കർ ചെയ്യുന്നത്? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണ്. ദാറ്റ് ഈസ് ഡക്റ്റൈൽ. ഇതൊക്കർ ചെയ്യുന്ന ഏതിൻ്റെ കേസിലാണ്? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് ആക്ച്വലി സിഗ്മ വൈ, ദാറ്റ് ഈസ് yielding ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഏതിൻ്റെ കേസിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫ്രാക്ചർ ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത്. അത് എന്തിൻ്റെ കേസിലായിരിക്കും? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് അല്ലേ? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കാരണം ആക്ച്വലി എന്ത് ചെയ്യുന്നത് ആക്ച്വലി അത് ഫെയിലിയർ ഉണ്ടാകുന്ന അൾട്ടിമേറ്റ് ലോഡ് കാരണം ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസ്. ഓക്കെ, ദാറ്റ് ഈസ് ഫെയിലിയർ occurs if the maximum normal stress reaches the yield or ultimate strength of the material. ഒരു മെറ്റീരിയലിൻ്റെ yield സ്ട്രെങ്തിലോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തിലോ എത്തുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ yield സ്ട്രെങ്തിലോ അൾട്ടിമേറ്റ് സ്ട്രെങ്തിലോ എത്തുമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ വാല്യൂ വരുമ്പോഴാണ് ആക്ച്വലി അത് ഫെയിലിയർ ഉണ്ടാകുന്നത്. സപ്പോസ് മൈൽഡ് സ്റ്റീലിൻ്റെ yield സ്ട്രെങ്ത് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 350 MPa ആണെന്ന് വയ്ക്കുക. മൈൽഡ് സ്റ്റീലിൻ്റെ yield സ്ട്രെങ്ത് എന്ന് പറയുന്ന വാല്യൂ 350 MPa ആണെന്ന് വയ്ക്കുക. എനിക്ക് കിട്ടിയ മാക്സിമം നോർമൽ സ്ട്രെസ്, കംപ്രഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടെൻഷൻ ടെസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മാക്സിമം നോർമൽ സ്ട്രെസ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 375 MPa ആണെന്ന് വയ്ക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 375 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 350 അല്ലേ? 350 ഈസ് ദി yield വാല്യൂ, ദാറ്റ് ഈസ് സിഗ്മ വൈ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യും? മെമ്പർ എന്ത് ചെയ്യും? ഫെയിലിയർ ആകും. അതാണ് ആക്ച്വലി പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കോമ്പണന്റ് സബ്ജക്റ്റ് ടു ബൈആക്സിൽ ഓർ ട്രൈആക്സിൽ സ്ട്രെസ്സസ് ഒക്കേഴ്സ് വെൻ ദ മാക്സിമം നോർമൽ സ്ട്രെസ് റീച്ചസ് ദി yield or ultimate strength of the material. ഒരു മെറ്റീരിയലിൻ്റെ yield സ്ട്രെങ്തിനെയോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? അതിൻ്റെ മാക്സിമം നോർമൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഫെയിലിയർ ആകും. അത്രേ പറഞ്ഞിട്ടുള്ളൂ.
വളരെ സിമ്പിളാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ദി മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ആൻഡ് ഓർ റാങ്കൈൻസ് തിയറി. ഇപ്പോൾ ഈ നോർമൽ സ്ട്രെസ് തിയറി അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, നോർമൽ സ്ട്രെസ് മാക്സിമം നോർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെങ്തിനെക്കാട്ടിലോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തിനേക്കാൾ ഗ്രേറ്റർ ആവും. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും പറഞ്ഞേക്കുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലും, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത് ആക്ച്വലി എന്തിൻ്റെ കേസിലാണ് ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസോ പറഞ്ഞേക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വി നോ ദാറ്റ് ഈസ് സിഗ്മ 1 ഈസ് greater than or equal to sigma y or sigma u. That is u in the case of sigma u in the case of brittle material and sigma y in the case of that is in the case of ductile material. Okay, at a limiting condition we know that at a limiting condition that is equal to sigma 1 is equal to sigma y, that is the maximum condition, limiting condition, and sigma 1 is equal to sigma u. This is the case of that is the brittle material, that is the ductile material. ആക്ച്വലി ഈ സിഗ്മ വൈ വെച്ചല്ല അത് ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ 350 ആണ്, 350 ആണെന്ന് വയ്ക്കുക വാല്യൂ. ഒരിക്കലും 350 വെച്ചായിരിക്കത്തില്ല മെറ്റീരിയൽ ലോഡ് ചെയ്യുന്നത്. കാരണം 350 വെച്ച് ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ആക്ച്വലി എന്തുവാ ടൈം ഡിപ്പെൻഡ്. അത് ആക്ച്വലി എന്ത് ചെയ്യും, ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ വേരി ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യും, മെറ്റീരിയൽ ഫെയിലിയർ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ 350 ആണ് എനിക്ക് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി എങ്കിൽ 350ക്ക് താഴെ വെച്ചായിരിക്കും ലോഡ് ചെയ്യുന്നത്. ഒരു സർട്ടൺ അലവൻസ് കൊടുത്തായിരിക്കും നമ്മൾ ആക്ച്വലി ലോഡ് ചെയ്യുന്നത്. ആ അലവൻസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ആ ടൈം നിങ്ങൾ നേരത്തെ ഓൾറെഡി ഫെമിലിയർ ആണ്. ആ ടൈമിന് പറയുന്ന ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാണ് പറയുന്നത്. ദറ്റ് ഈസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ എൻ. ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി സ്മോൾ ലെറ്റർ എൻ. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദി സിഗ്മ വൈ ഡിവൈഡ് ബൈ ദറ്റ് ഈസ് ദി വർക്കിംഗ് സ്ട്രെസ് ആവാൻ. ഓക്കെ, ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ ദറ്റ് ഈസ് ഇക്വൽ ടു സിഗ്മ യു ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആവാൻ. ഈ സിഗ്മ ഇ എന്ന് പറയുന്ന ടൈം വിച്ച് ഈസ് നോൺ ആസ് വർക്കിംഗ് stress or design stress or safe stress. ഓക്കെ, സിഗ്മ ഇ എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ സേഫ് സ്ട്രെസ് ആ വാല്യൂ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്മൾ പഠിച്ച അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്നൊക്കെ പഠിച്ചല്ലേ. അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സേഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവാ ഇൻ ദ കേസ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് yield stress divided by working stress എന്ന് പറയുമ്പോൾ that is in the case of ductile material. Ultimate stress divided by working stress എന്ന് പറയുമ്പോൾ that is in the case of brittle material. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് yield stress at tension which is equal to yield stress at compression. കംപ്രഷൻ്റെ ടെൻഷൻ്റെ വാല്യൂ സെയിം ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. സിമിലർലി അൾട്ടിമേറ്റ് സ്ട്രെസ് അറ്റ് ടെൻഷൻ ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് അറ്റ് കംപ്രഷൻ. ഈ രണ്ട് വാല്യൂസ് കോൺസ്റ്റന്റ് സെയിം ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, ഇപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാലും കംപ്രഷൻ എന്ന് പറഞ്ഞാലും yield പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അതിന് ടെൻഷൻ ആൻഡ് കംപ്രഷൻ ആണെങ്കിലും ആക്ച്വലി എന്ത് പറഞ്ഞേക്കുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വി നോ ദാറ്റ് സിഗ്മ അറ്റ് ലിമിറ്റിംഗ് കണ്ടീഷൻ സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഓർ സിഗ്മ യു ആട്ടെ അല്ലേ, സിഗ്മ വൈ ഓർ സിഗ്മ യു. ഓക്കെ, നമുക്കറിയാം ദറ്റ് ഈസ് എ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. ഈ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കണം, സേഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കണം. സേഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കണം, സേഫ് സ്ട്രെസ് ആയിരിക്കണം വാല്യൂ അല്ലേ. നമുക്കറിയാം ഫാക്ടർ ഓഫ് സേഫ്റ്റി എൻ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ ഇ അല്ലേ, സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ ഇ ഓർ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ യു ഡിവൈഡ് ബൈ സിഗ്മ ഇ. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആ വാല്യൂ. Therefore സിഗ്മ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ഡിവൈഡ് ബൈ എൻ. സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ ആൻഡ് സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ യു ഡിവൈഡ് ബൈ എൻ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ കേസിലാണ്, ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസും. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ കേസിലാണ്, ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലോ. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയൽ കേസ്. അപ്പോൾ സേഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയണം, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് സ്ട്രെസ് ആ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ ഇൻ ദ കേസ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ യു ഡിവൈഡ് ബൈ എൻ ഇൻ ദ കേസ് ഓഫ് brittle material. That is in the case of ductile material, that in the case of brittle
brittle material. Okay, then actually first theory, that is the maximum normal stress theory. This is the safest condition. Safest condition. Okay, then what is maximum normal stress theory or Rankine's theory? That is, Rankine's theory states that the failure of a mechanical component subjected to biaxial or triaxial stress occurs. The failure of a mechanical component subjected to biaxial or triaxial system, triaxial stresses occurs when maximum normal stress reaches the yield or ultimate strength of the material. അപ്പം അതിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്, നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ yield സ്ട്രെസ്സിനെക്കാട്ടിലോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തിനെ ഈക്വലോ കൂടുതലോ ആവുകയാണെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യും, ആ മെമ്പർ ആക്ച്വലി എന്ത് ചെയ്യും, ഫെയിൽ ആവും. മെമ്പർ ആക്ച്വലി എന്ത് ചെയ്യും, ഫെയിലിയർ ആവും. Then safest condition എന്ന് പറഞ്ഞാൽ maximum normal stress must be equal to, that is the working stress value or safe value. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ടേമും കൊണ്ട് ആ ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. റീജിയൻ ഓഫ് സേഫ്റ്റി എന്നുള്ള വാല്യൂ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എക്സ് ആക്സ് ഞാൻ ഇപ്പോൾ 2 dimensional സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് ആക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് σ1, that is σ1. നെക്സ്റ്റ് വൈ ആക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് that is σ2, that is minus, positive, minus, plus. This tension, next value, that is the compression value. Okay, we know that sigma yielding for tension is equal to sigma yielding for compression. Okay, sigma yielding for compression value. Okay, but tension എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലോട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. കംപ്രഷൻ എങ്ങോട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലോട്ടാണ് വാല്യൂ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്മ വൈ ടി സിഗ്മ വൈ സി സെയിം വാല്യൂ അല്ലേ വന്നേക്കുന്നത്, സെയിം വാല്യൂ അല്ലേ വന്നേക്കുന്നത്. ഇപ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സിഗ്മ വൈ ടി, സിഗ്മ വൈ ടി, ഇപ്പം വൈ ടി ടെൻഷൻ, ഇപ്പോൾ ഈ പോയിന്റ് ഇവിടെ, സിഗ്മ വൈ സി പോയിന്റ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ലൈൻ ഞാൻ വരയ്ക്കുക, വെർട്ടിക്കലായിട്ട് ലൈൻ ഞാൻ വരയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ സി, വൈ ടി ടെൻഷൻ, സിഗ്മ വൈ സി. ഇത് ഞാൻ നെഗറ്റീവ് എടുക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഇത് കംപ്രഷൻ ആവാലി, അതുകൊണ്ട് ഞാനത് റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പോൾ സിഗ്മ 1ന്റെ കേസാണ് പറഞ്ഞത്. സിമിലർലി സിഗ്മ 2ന്റെ കേസും ഇതുപോലെ സിഗ്മ വൈ ടി ഇസിക്കൽ സിഗ്മ വൈ സി എന്ന് ചെയ്യുക. വൈ ടി സിഗ്മ വൈ ടി സിഗ്മ വൈ സി കംപ്രഷൻ വാല്യൂ. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ, അതായത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീനിങ് എന്തുവാ, സിഗ്മ വൈ ടി എന്ന് പറഞ്ഞാൽ ഈൽഡ് ഒക്കർ ചെയ്യുന്ന റീജിയനാണ് അല്ലേ, ഈൽഡ് ഒക്കർ ചെയ്യുന്ന റീജിയനാണിത്, ഈൽഡ് ഒക്കർ ചെയ്യുന്ന റീജിയൻ. ഈ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി മെറ്റീരിയൽ എന്ത് ചെയ്യും, ഫെയിലിയർ ആവും. ഇത് ആക്ച്വലി അതിൻ്റെ ലിമിറ്റിംഗ് കണ്ടീഷനാണ് അല്ലേ, ആക്ച്വലി ഇതിൻ്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ വാല്യൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കും, ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി മെറ്റീരിയൽ എന്ത് ചെയ്യും, ഫെയിലിയർ ഒക്കർ ചെയ്യും. ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫെയിലിയർ ഒക്കർ ചെയ്യും. മനസ്സിലായി പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിൽ ഏത് പോയിന്റിലും എന്തായിരിക്കും, മെമ്പർ എന്തായിരിക്കും, സേഫ് ആയിരിക്കും. ഈ പോയിന്റ്സ് എല്ലാം എന്തായിരിക്കും, ഫെയിലിയർ ആയിരിക്കും ഒക്കർ ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈൽഡ് പോയിന്റ് അല്ലേ, അപ്പോൾ ആക്ച്വലി ഈൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഫെയിലിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈൽഡ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കോർഡിനേറ്റ് പോയിന്റ് വന്നാലും സിഗ്മ 1 സിഗ്മ 2 കോമ്പിനേഷൻ വരുന്നത് ഈ റീജിയന്റെ വെളിയിലാണെങ്കിൽ, ഓക്കെ, സിഗ്മ 1 സിഗ്മ 2 ഞാൻ കോർഡിനേറ്റ് വെച്ചിട്ട് ഞാൻ എനിക്ക് പോയിന്റ് നോട്ട് ചെയ്യാമല്ലോ. സിഗ്മ 1 10 അല്ലെങ്കിൽ സിഗ്മ 2 എന്ന് പറയുന്നത് 20, ആ വെച്ച് വാല്യൂ നോട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന വാല്യൂ ഈൽഡിൻ്റെ പോയിന്റിന് അപ്പുറത്താണ് വരുന്നതെങ്കിൽ, റൈറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റിലാണോ വരുന്നതെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഫെയിലിയർ ആവും. ഓക്കെ, ദാറ്റ് ഈസ് ദി സേഫ് കണ്ടീഷൻ എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് that is sigma yt, that is sigma yt divided by n, sigma yt divided by n. Next one, that is equal to sigma yc divided by n. Similarly, sigma yt divided by n, sigma yc divided by n. അപ്പോൾ ടെൻഷനും കംപ്രഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഈൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് ഞാൻ ഡയഗ്രാം വരയ്ക്കും. ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ള ഡയഗ്രാം, ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഡയഗ്രാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് വെച്ചാൽ ഇത് ഈൽഡ് സേഫസ്റ്റ് സ്ട്രെസ്, ദാറ്റ് ഈസ് നമുക്കറിയാം സിഗ്മ
factor of safety is equal to sigma y divided by sigma em. Therefore sigma e is equal to sigma y divided by n value. That is sigma yt divided by n, sigma yc divided by n value consider ചെയ്തുകൊണ്ട് this is the safest condition. ഇതാണ് സേഫസ്റ്റ് കണ്ടീഷൻ. ഈ റീജിയൻ എന്ന് പറയുന്നത് സേഫ് തന്നെയാണ് വാല്യൂ, പക്ഷെ ഇതായിരിക്കും ഏറ്റവും മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള വാല്യൂ. ദാറ്റ് ഈസ് ദി സേഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ആക്ച്വലി റാങ്കൈൻസ് തിയറി എന്ന് പറയുമ്പോൾ ആക്ച്വലി വരുന്ന ഷേപ്പ് എന്തുമായിരിക്കും? ദാറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ ആണ് ഷേപ്പ്. ഇത് ആക്ച്വലി കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. എന്ന് പറഞ്ഞേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി റെക്റ്റാങ്കിൾ. നോക്കി, ഇതിനകത്ത് നോർമൽ സ്ട്രെസ് കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. എന്ത് കോമ്പണന്റ് ഇല്ല? ഷിയർ സ്ട്രെസ് ഇതിനകത്ത് എവിടെയെങ്കിലും റാങ്കൈൻസ് തിയറിക്കകത്ത് പറയുന്നുണ്ടോ? ഇല്ല. നോർമൽ സ്ട്രെസ് മാത്രമേ വരുന്നുള്ളൂ. നോർമൽ സ്ട്രെസ് മാത്രമേ വരുന്നുള്ളെങ്കിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിൻ്റെ കേസിലായിരിക്കും? എന്തിൻ്റെ കേസിലാണ്? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുക. അപ്പം ബ്രിട്ടിൽ മെറ്റീരിയൽ, അതായത് ആക്ച്വലി ബ്രിട്ടിൽ മെറ്റീരിയൽ അല്ലേ നോർമൽ സ്ട്രെസ് കൊണ്ട് ഫെയിലർ ആവുന്നേ അല്ലേ? ഡ്രോൺ ചെയ്ത്, അതായത് വലിഞ്ഞു പൊട്ടുന്നതെന്ന് വെച്ചാൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ഈൽഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഷിയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഷിയർ സ്ട്രെസ്സിന്റെ കാര്യം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഷിയർ സ്ട്രെസ് ഇല്ലാത്തത് കാരണം ഇത് ആക്ച്വലി നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതിൻ്റെ കേസിലായിരിക്കും? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്തുമായിരിക്കും? റെക്റ്റാങ്കിൾ ആണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിന് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. റാങ്കൈൻസ് തിയറി എന്ന് പറയുന്നത് മാക്സിമം നോർമൽ സ്ട്രെസ് തിയറിയാണ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഇവൻ എ മെമ്പർ ഈസ് സബ്ജക്റ്റഡ് ടു ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കോമ്പണന്റ് സബ്ജക്റ്റഡ് ടു ബൈആക്സിൽ ഓർ ട്രൈആക്സിൽ സിസ്റ്റം ഒക്കേഴ്സ് വെൻ മാക്സിമം നോർമൽ സ്ട്രെസ് റീച്ചസ് ദി ഈൽഡ് ഓർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്? നോർമൽ സ്ട്രെസ്സിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. ഷിയർ സ്ട്രെസ് വാല്യൂ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തോ യൂസ് ചെയ്യുന്നില്ല. ഷിയർ സ്ട്രെസ് പറയുന്നെങ്കിൽ അത് ആക്ച്വലി എന്തിൻ്റെ കേസായിരിക്കും? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസായിരിക്കും. പക്ഷേ നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് എന്തിൻ്റെ കേസ് പറയുന്നത്? ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് റാങ്കൈൻസ് തിയറി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീജിയൻ ഓഫ് സേഫ്റ്റി, അതിൻ്റെ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും? ദാറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ ആയിരിക്കും എനിക്ക് വാല്യൂ വരിക. ഓക്കെ.